യേശുവിൽ സ്നേഹമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളെ ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പണ്ടൊക്കെ ആത്മഹത്യ ചെയ്ത വ്യക്തികൾക്ക് ക്രിസ്തീയ മുറപ്രകാരമുള്ള ശവസംസ്കാരം നിഷേധിച്ചിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സഭയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. 1950 ശേഷം കാനൻ ലോയിൽ മാറ്റങ്ങളുണ്ടായപ്പോൾ കുറച്ചുകൂടെ കരുണാപരമായ രീതിയിൽ അവരെ പരിഗണിക്കാൻ തുടങ്ങി എന്ന് നമ്മൾ കാണുകയായിരുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനും ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛനെ നിങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, ആത്മഹത്യ ചെയ്ത ആളുകളെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ബന്ധപ്പെട്ട വീടുകളിൽ അവരുടെ സ്വന്തക്കാർക്കൊക്കെ ഒരുപാട് വേദനയും അതോടൊപ്പം അങ്ങനെയുള്ള ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സഭയിൽ അതിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? നമ്മളതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കി തരാമോ? ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ ആത്മഹത്യ ചെയ്ത വ്യക്തികളുടെ കുടുംബാംഗങ്ങൾ ആത്മഹത്യ ചെയ്ത വ്യക്തികളുടെ ആത്മരക്ഷയെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയും അതേക്കുറിച്ച് അവർ കൂടുതലായിട്ട് ആകുലപ്പെടുകയും ചെയ്യാറുണ്ട്. അവർ നിത്യരക്ഷ പ്രാപിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2283 ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മളതേക്കുറിച്ച് കൂടുതലായിട്ട് ആകുലപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ വിശ്വസിക്കണം, അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ വിശ്വസിക്കണം. സാറൊന്ന് വായിക്കാം 2283. സ്വയം ജീവനൊടുക്കിയ വ്യക്തികളുടെ നിത്യരക്ഷയെക്കുറിച്ച് നാം നിരാശപ്പെടരുത്. തൻ്റെ നിഗൂഢമായ വഴികളിലൂടെ അവർക്ക് രക്ഷാകരമായ പശ്ചാത്താപത്തിൻ്റെ അവസരം നൽകാൻ ദൈവത്തിന് കഴിയും. ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. അതായത് ആ നിമിഷം, മരണത്തിൻ്റെ നിമിഷം അദ്ദേഹം പശ്ചാത്തപിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് ദുഃഖിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞ് 2282 ഖണ്ഡികയിൽ, മതബോധനത്തിലെ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുകയുണ്ടായി. ഇതിൽ ഈ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളുടെ ഉത്തരവാദിത്വത്തെ ചില സാഹചര്യങ്ങളിൽ ലഘൂകരിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സറിയുന്നത്, ഹൃദയം അറിയുന്നത് എല്ലാ മനുഷ്യരെക്കാൾ ഉപരിയായിട്ടുള്ള ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ കരുണ ഒരു രക്ഷയ്ക്കുള്ള ഒരു അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് മനുഷ്യനെ നയിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ അതേ ഓർത്തുകൊണ്ട് നിരാശപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഭ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിനോടുകൂടി കൂട്ടിച്ചേർക്കാനായിട്ടുള്ളൊരു കാര്യം, ഇതുപോലെ തന്നെ സഭയ്ക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും അതുപോലെ കുമ്പസാരും കുർബാനയും ഒക്കെ മുടക്കുകയൊക്കെ ചെയ്ത ആളുകൾ ഉണ്ടാകും. ഈ അവസ്ഥയിൽ അവർ മരിക്കുന്നവരും ഉണ്ടാകും ചിലർ. അപ്പോൾ അവരെക്കുറിച്ചും നമ്മൾ കൂടുതലായിട്ട്, അവരുടെ നിത്യരക്ഷയെക്കുറിച്ചും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവമാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യനെ വിധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യാശയോടുകൂടി തന്നെ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ പണ്ടൊക്കെ ഇതുപോലെ കുദാശകൾ മുടക്കം വ്യക്തികൾ, കുമ്പസാരം കുർബാനയൊക്കെ നിരന്തരമായിട്ട് മുടക്കിയിരുന്ന ആളുകൾക്കും ഇതുപോലെയുള്ള ക്രിസ്തീയ മുറപ്രകാരമുള്ള ശവസംസ്കാരം നിഷേധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴും അങ്ങനെയുള്ള കാര്യം ഇല്ല. അതേസമയം ഒരു വ്യക്തി ഞാൻ വിശ്വാസിയല്ല, താൻ വിശ്വാസിയല്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും തൻ്റെ മരണത്തിന് ശേഷം തൻ്റെ ശവസംസ്കാര കർമ്മങ്ങൾ മതപരമായിട്ട് നടത്തേണ്ട ആവശ്യമില്ല എന്ന്
അദ്ദേഹം സുബോധമുള്ളപ്പോൾ പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാനിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നമ്മൾ കാനൽ ലോയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് നിയമങ്ങൾ അതിനകത്തുണ്ട്. അതിൽ പല നിയമങ്ങളും പ്രായോഗിക ജീവിതത്തിൽ ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക് ഭാരപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചോദ്യം, അതൊക്കെ ചിലതൊക്കെ പ്രായോഗിക ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളതൊക്കെ എന്തുകൊണ്ട് ഒഴിവാക്കിക്കൂടാ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതിലൊരു സാറിൻ്റെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു 3 പ്രാവശ്യം വിളിച്ച് ചെല്ലണം, അല്ലെങ്കിൽ പണ്ടൊക്കെ നമസ്കാരം കേൾക്കുക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അത് കോഴ്സിൽ പങ്കെടുക്കുക. ഇപ്പോൾ ചില ആളുകൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ചത്തൊക്കെ അവധിക്കായിരിക്കും വരുന്നത്. ആ കൂട്ടത്തിൽ കോഴ്സിൽ പങ്കെടുക്കുക, ചിലപ്പോൾ ആ സമയത്ത് കോഴ്സ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ അവർക്കൊരു പ്രായോഗികമായി ബുദ്ധിമുട്ടുമെന്ന് പല ആളുകളും അങ്ങനെ ആ കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ശരിയാണ് സാറ് പറഞ്ഞതുപോലെ ചില നിയമങ്ങൾ ചില സാഹചര്യങ്ങളിൽ അനുസരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ട് സഭയും മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. അപ്പം നിയമം അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ നിയമം അനുസരിക്കേണ്ട എന്ന ഒരു നിലപാട് സഭയ്ക്കില്ല. അപ്പോൾ അത് സിവിൽ സൊസൈറ്റിയിലാണെങ്കിൽ ശരി, അങ്ങനെയാണ്. നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് അല്പം ത്യാഗം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. എല്ലാ നിയമങ്ങളും, ഏത് നിയമം എടുത്തു നോക്കിക്കോ, ക്ലബ്ബുകളുടെ നിയമം ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ നിയമം ആയിക്കൊള്ളട്ടെ, ഏത് സമൂഹത്തിലാണെങ്കിൽ പോലും നിയമം അനുഷ്ഠിക്കുക. ചെറുതായിട്ട് പറഞ്ഞാൽ വേണമെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ തന്നെ അത് പാലിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ചിലപ്പോഴൊക്കെ ചില സാഹചര്യത്തിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ടാകാം, എത്തിച്ചേരേണ്ടതായിട്ടുണ്ടാകാം. നമ്മുടെ കുഴപ്പമൊന്നുമില്ല, ട്രാഫിക് ബ്ലോക്കാണ്. അപ്പം ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ വളരെ വേഗതയിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്, സമയത്ത് ഒരു പരിപാടിക്ക് എത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. പക്ഷേ നിയമം കൊണ്ടുവന്നിരിക്കുന്ന എന്തിനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിയമം അതിൻ്റെ അനുഷ്ഠാനം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം വീടുകളിൽ തന്നെയാണെങ്കിൽ ശരി, ചില എഴുതപ്പെടാത്ത ചില നിയമങ്ങളുണ്ട്. കാരണവന്മാർ തന്നെ മക്കളോട് പറയുന്ന, പരീക്ഷയൊക്കെ അടുക്കുമ്പോഴത്തേക്കും മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കണം എന്ന് പറയുന്നു, നിർദ്ദേശമാണ്. അതുപോലെ TV അധികം കാണേണ്ട എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതുപോലെ ജങ്ക് ഫുഡ് കഴിക്കരുത് എന്ന് പറയുന്നു. ഒരുപക്ഷെ ജങ്ക് ഫുഡ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതായിരിക്കാം ചിലപ്പോൾ. അത് അതിൻ്റെ രുചി കൂടുന്നുണ്ടാകാം, പക്ഷേ അതിന് പോഷക ഗുണങ്ങളില്ലെന്ന് മാത്രമല്ല, മറിച്ച് രാസവസ്തുക്കൾ പലതുമൊക്കെ, ഈ കെമിക്കൽസൊക്കെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ഇത് കഴിക്കരുതെന്നുള്ള ആ ഒരു ഉപദേശം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുളവാക്കുന്നതാണെങ്കിൽ പോലും മൊബൈലിൻ്റെ ഉപയോഗത്തിൽ ഒരു ലിമിറ്റ്, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം എന്ന് പറയുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട് വാസ്തവത്തിൽ. പക്ഷേ ഈ ബുദ്ധിമുട്ട്, ഈ നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ്, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് തന്നെയാണ് സഭാ നിയമങ്ങൾ എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ സാറ് പറയുന്നത് മനുഷ്യരുടെ പ്രയാസങ്ങൾ ഞങ്ങൾ വൈദികരെന്നുള്ളതിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ചില കാര്യങ്ങൾ. ഇപ്പം ഈ കോവിഡ് കാലത്തെന്ന് പറയുന്ന ആ സമയത്ത് ഈ മാരേജുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളിലൊന്നും ആളുകൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം കോഴ്സില്ലാതെ വിവാഹം നടത്താനും പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ചില നിബന്ധനകളുണ്ട്, ചില രൂപതകൾ പ്രത്യേകിച്ചും. പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വാസ്തവത്തിൽ പല രൂപതകളും സംയോജിച്ച് ഓൺലൈൻ കോഴ്സസും ഒക്കെ നടത്തിയിരുന്നുള്ളതാണ്, ഓൺലൈൻ കോഴ്സസ്. അപ്പോൾ ഇങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. പക്ഷേ അതേസമയം സാറ് പറഞ്ഞ ചില കാര്യങ്ങൾ, സഭയുടെ ചില നടപടിക്രമങ്ങളുണ്ട്. വിവാഹത്തിന് മുമ്പായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ വിവാഹിതരാകാൻ പോകുന്നവർ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. ഉദാഹരണം വിളിച്ചു ചെല്ലലിനെ കുറിച്ചൊക്കെ, പണ്ട് 3 വിളിച്ചു ചെല്ലൽ ആവശ്യമായിരുന്നു, 3 ആഴ്ച അല്ലേ. ഇപ്പോൾ അതിൻ്റെ നമ്പർ കുറഞ്ഞിട്ടുണ്ട്. ചില സാഹചര്യത്തിൽ വേണമെങ്കിൽ അതിന് ഇളവ് കൊടുക്കാം എന്നുള്ള. ലത്തീൻ റീത്തിൽ ഇപ്പോൾ മനസ്സമ്മതത്തിന് മുമ്പ് വിളിച്ചെല്ലാം 2 പ്രാവശ്യം വിളിച്ചില്ല, പിന്നെ മനസ്സമ്മതത്തിന് ശേഷം ഒരെണ്ണം, അങ്ങനെ വരെ ആയിട്ടുണ്ട്. അപ്പോൾ അത് മനുഷ്യരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ്. പക്ഷേ അന്നേരം വിളിച്ചു ചെല്ലൽ അല്ലെങ്കിൽ അറിയിപ്പ് ഉപേക്ഷിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കണം, ഒരു സാക്രമെൻ്റാണ്, ഒരു കുദാശയാണ്. ഈ കുദാശ യോഗ്യതാപൂർവം പൂർണ്ണമായിട്ടുള്ള അറിവോടുകൂടി ഒക്കെ സ്വീകരിക്കേണ്ടതാണ്. അപ്പം ജീവിത പങ്കാളിയാകാൻ പോകുന്ന ആളിനെക്കുറിച്ചുള്ള
ഒരു സാമാന്യം ഒരു അറിവ്, എല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ എത്രമാത്രം ശരിക്കും അന്വേഷിച്ചാൽ പോലും ചിലപ്പോൾ ചില കുറവുകൾ, അന്വേഷണത്തിലെ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. എങ്കിലും സാധിക്കുന്നത് പോലെയുള്ള ഒരു അന്വേഷണത്തിനുള്ള വിവാഹിതരാൻ പോകുന്ന ആളുകളെക്കുറിച്ചുള്ള ഒരു അറിവിന് കൂടിയാണ് വാസ്തവത്തിൽ ഈ ഒരു സമയം കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പിഡിമെൻ്റ്, തടസ്സമായിട്ട് ഇവരുടെ വിവാഹത്തിന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സഭ അറിയണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സമയം കൊടുക്കുന്നത് ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന ചില നിയമങ്ങൾ വരുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച്. ഞാനിത് ഓർക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി പങ്കുവയ്ക്കുന്നതിൽ വിരോധമില്ല. ഇല്ല. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയുടെ വിവാഹമായിട്ട്, അപ്പോൾ ഇത് പെണ്ണിൻ്റെ വീട്ടുകാരാണ്. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരോട് വിവാഹമൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു നിബന്ധന വെച്ചു, അത് പള്ളിയിൽ വിളിച്ച് ചെല്ലണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് നിർബന്ധം പിടിക്കാൻ തുടങ്ങി. എന്താ ഇങ്ങനെ നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത്? അപ്പോൾ ഒരു സംശയമുണ്ടായി. അങ്ങനെ തന്നെ ഞാൻ ഇടപെട്ട് ആ ഇടവകയിലെ വികാരി അച്ഛനെ കാണാനിടയിൽ. ഞാൻ അച്ഛനെ കാണാൻ ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ളതാണ്, ഞാൻ അച്ഛനെ ധ്യാനിപ്പിച്ചിട്ടുള്ളത്, ഡിവൈനിൽ വന്ന് ധ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇയാൾ നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരും അറിയില്ലേ. അപ്പം അതുകൊണ്ടാണ് ആ വ്യക്തി അത് എങ്ങനെ ബാൻ വേണ്ട, വിളിച്ചു കൊല്ലണ്ട എന്ന് പറയാൻ കാരണം. ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിരിക്കും, അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ അവർക്ക് കാനൻ നിയമം ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ്. കാരണം വികാരിച്ചൻ്റെ എഴുത്തില്ലാതെ ഒരാൾക്ക് ഇങ്ങനെ ഒരു പള്ളിയിൽ ചെന്ന് മറ്റൊരു പള്ളിയിൽ ചെന്ന് വിവാഹം ചെയ്യാനായിട്ട് സാധിക്കില്ല. വികാരിച്ചൻ്റെ എഴുത്തൊക്കെ അദ്ദേഹത്തിന് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അപ്പം ഞാൻ പറഞ്ഞു വരിക, ഈ പറയുന്ന ചില കാര്യങ്ങൾക്ക് ഈ ഒരു നിയമം വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിവാഹിതരാൻ പോകുന്ന ആളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ മാത്രമല്ല, 2 കുടുംബങ്ങളുടെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം മാത്രമല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഈ വിവാഹ ജീവിതത്തിൽ പാളിച്ചു ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 വ്യക്തികളെ മാത്രമല്ല ബാധിക്കുന്നത്, അത് അവർ ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കും, മറ്റൊരു തലമുറയെ ബാധിക്കുകയാണ് വാസ്തവത്തിൽ. അതുപോലെ തന്നെ 2 കുടുംബങ്ങളെ ബാധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ആ സാക്രമൻ്റെ കുദാശയുടെ സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ ഉള്ളത്. അപ്പോൾ അത് ചിലപ്പോഴെങ്കിലും നമുക്ക് പാലിക്കാനായിട്ട് കൃത്യമായിട്ട് പാലിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് തോന്നും. ഈശോയുടെ ടീച്ചിങ് തന്നെ, ഈശോയുടെ പ്രബോധനങ്ങൾ തന്നെ, ഇവൻ്റെ വാക്കുകൾ കടുപ്പമാണ്, ആർക്കിത് പാലിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ സഭയുടെ പ്രബോധനവും ഈ ഉപദേശങ്ങളും നിയമങ്ങളും ഒക്കെ പ്രായോഗികമായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയാലും അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, പലപ്പോഴും ഇടവകകളിൽ നിന്ന് വിശ്വാസികൾ കൊണ്ടുവരുന്നൊരു പരാതിയാണ്. അവർ ഇടവകയിലെ വികാരി അല്ലെങ്കിൽ അധികാരികളെ സമീപിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് മടി കാണിക്കുന്നു, അല്ലെങ്കിൽ നീതി ലഭിക്കുന്നില്ല. ഉദാഹരണമായിട്ട് വിവാഹത്തിൻ്റെ ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കൂദാശകൾ സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പള്ളിക്ക് കൊടുക്കേണ്ട ഓഹരി കൊടുത്തിട്ടില്ല, സംഭാവന കൊടുത്തിട്ടില്ല, അപ്പം നിർബന്ധമായിട്ട് അത് കൊടുക്കാതെ കൂദാശകൾ നടത്തിത്തരില്ല എന്നുള്ള രീതിയിൽ ആവശ്യങ്ങൾ, അവരുടെ അത്യാവശ്യങ്ങൾ, അവകാശങ്ങൾ നടത്തിത്തരില്ല എന്നുള്ള ഒരു പിടിവാശി കാണിക്കുന്നുണ്ടെന്നുള്ള പരാതി പലപ്പോഴും കിട്ടുന്നു. അതേക്കുറിച്ച് അതെന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരുപക്ഷെ ചുരുക്കം ചിലർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു പരാതി, അവർക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതിൽ പൊതുവായിട്ടുള്ള ഒരു ഇതല്ല, ചുരുക്കം ഇങ്ങനെ ആയിട്ടുണ്ടാകാം, അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും സഭയുടെ നിയമപ്രകാരം, അതായത് കുദാശകളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം സഭയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശം അദ്ദേഹത്തിന് അതിന് തടസ്സമില്ലാതിരിക്കെ, ചിലപ്പം തടസ്സം കാണാം. ഉദാഹരണമായിട്ട് എക്സ്കമ്മ്യൂണിക്കേഷനൊക്കെ വിധേയനായിട്ടുള്ള ഒരാൾക്ക് കുദാശകൾ സ്വീകരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നിഷേധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓട്ടോമാറ്റിക്കായിട്ടുള്ളതാണ്. അപ്പോൾ അല്ലാത്ത പക്ഷം മറ്റൊരു തടസ്സമില്ലാത്തിടത്തോളം കാലം
വിശ്വാസിക്ക് സഭയിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശം ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു വിവാഹം അടുത്ത് വരികയാണ്, മകൻ്റെയോ മകളുടെയോ ഒക്കെ വിവാഹം അടുത്ത് വരികയാണ്. അപ്പോൾ അതിന് നമുക്കറിയാം ഇടവകയിൽ നിന്ന് കുറി കിട്ടേണ്ടതായിട്ടും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞ കാര്യം പള്ളിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് തരാതെ വളരെ ചുരുക്കമായിട്ട് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം ഏതെങ്കിലും ഒരു ശവസംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഏത് മരിച്ചയാളുടെ കുടുംബം ഏതെങ്കിലും ഒക്കെ പള്ളിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള വിഹിതം കൊടുത്തില്ലെങ്കിൽ ആ സമയത്ത് അവർ സംസ്കാരത്തിന് തൊട്ട് മുമ്പായിട്ട് ചോദിക്കുന്നതായിട്ടും നിർബന്ധം പിടിക്കുന്നതായിട്ടും ഒക്കെയുള്ള ഒരു ഇത് വന്നതായിട്ട് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ചിലപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഏതായാലും ഇതേക്കുറിച്ചുള്ള സഭയുടെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഒരു വ്യക്തിക്കും ഒരു വിശ്വാസിക്കും ലഭിക്കേണ്ടതായിട്ടുള്ള സഭയിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള നീതി, പ്രത്യേകിച്ച് കൂദാശകളുടെ സ്വീകരണം, അതുപോലെ തന്നെ കൂദാശ അനുകരണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുടുംബത്തിൻ്റെ വെഞ്ചരിപ്പായിരിക്കാം, അതൊരു കൂദാശ അനുകരണമാണ്. അപ്പോൾ അത് നിഷേധിക്കാനായിട്ട് പാടില്ല. അതേസമയം കത്തോലിക്ക വിശ്വാസികൾ സഭാസമൂഹത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതുണ്ട്. കാരണം സഭയുടെ വളർച്ചയ്ക്കും സഭയുടെ മറ്റ് പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഓരോ വിശ്വാസിയും അല്ലെങ്കിൽ ഓരോ കുടുംബവും അവരുടേതായിട്ട് സാധിക്കുന്ന പോലെയുള്ള വിഹിതം കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് വിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ അത് ഈ കുദാശകൾ അവർക്ക് വേണ്ടിയിട്ട് പരികർമ്മം ചെയ്യാനോ ചെയ്യാതിരിക്കാനായിട്ടുള്ളൊരു ന്യായമല്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ഉറച്ച ഒരു ആഗ്രഹവും ഒരു ബോധ്യവും. അപ്പോൾ അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിശ്വാസികൾക്ക്, ഈ അനുഭവം ഉണ്ടാകുന്ന വിശ്വാസികൾക്ക് രൂപതാ കാര്യാലയത്തെ സമീപിക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും അവിടെ വെച്ച് തന്നെ ഒരു തീരുമാനം ഉണ്ടാവുകയും നീതി ഉറപ്പാവുകയും ചെയ്യുന്നുള്ളതാണ്. മറ്റൊരു കാര്യം, സഭാ നിയമങ്ങളും സിവിൽ നിയമങ്ങളും രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളും തമ്മിൽ പൊരുത്തപ്പെടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് നിലപാടാണ് എടുക്കുക? അതേക്കുറിച്ച് പറയാം. ഞാൻ അതിനോടൊപ്പം തന്നെ സാറിൻ്റെ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ചിലരെങ്കിലും ഒരു സംശയം എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു കാനൻ നിയമ പണ്ഡിതനൊന്നുമല്ല, പൊതുവായിട്ട് ഒരു വൈദികൻ എന്ന നിലയിൽ സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ ആണ് നമ്മളിപ്പോൾ ഇതുവരെയൊക്കെ സംസാരിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിലരെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പം രൂപതയിൽ നിന്നും നീതി ലഭിക്കുന്നില്ല എന്ന് വിചാരിക്കുക ചില കാര്യങ്ങൾക്ക് രൂപത, അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അൻപായരായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ വൈദികർക്കോ ഇങ്ങനെ രൂപതയിൽ നിന്നും ഒക്കെ നീതി ലഭിച്ചിട്ടില്ല എന്ന് അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപരികോടതിയിലേക്ക്, പരിശുദ്ധ സിംഹാസനത്തിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അവർക്ക് അവിടെ നിന്ന് നീതി ലഭിക്കാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. സാധ്യതയല്ല, അവർക്ക് അവിടെ നിന്ന് നീതി ലഭിക്കും എന്നുള്ളതാണ്. അതൊരു വ്യക്തിക്കാണെങ്കിൽ പോലും ടൈം കൺസ്യൂമിംഗ് ആണ് തീർച്ചയായിട്ടും. അത് കുറച്ചുകൂടെ സമയം എടുക്കും എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും സമയം എടുത്തു കഴിഞ്ഞാലും നീതി ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വൈദികന് ലഭിക്കേണ്ടതായിട്ടുള്ള നീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള ശിക്ഷണ നടപടി അത് കഠിനമായി പോയി എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന ഒരു കേസ് ഉണ്ട്. അതായത് ഒരു വൈദികൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രസ്ഥാനങ്ങളിൽ അങ്ങനെ ഡയറക്റ്റായിട്ട് പങ്കെടുക്കാനായിട്ട് പാടില്ല എന്നൊക്കെ കാണും. ചില പ്രസ്ഥാനങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങളുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് പാടില്ല എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഒരു വൈദികന്, അദ്ദേഹം നല്ലൊരു വൈദികനാണ്, മനുഷ്യരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു മാനുഷിക മൂല്യങ്ങളോടൊക്കെ അങ്ങേയറ്റം താല്പര്യം കാണിക്കുന്ന ഒരു തീക്ഷ്ണമതിയായിട്ടുള്ളൊരു വൈദികന് ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. അത് അറിയുകയൊക്കെ ചെയ്തു രൂപത അധ്യക്ഷൻ. അപ്പോൾ അത് എന്നിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രൂപത അധ്യക്ഷൻ അതറിഞ്ഞിട്ട് ഒരു ശിക്ഷണ നടപടിയെടുത്തു. അതൊരല്പം കഠിനമായിട്ടുള്ള ശിക്ഷയാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദര വൈദികർക്കും തോന്നുകയൊക്കെ ചെയ്തു. അദ്ദേഹം അതിന് ആ ശിക്ഷണ നടപടിക്ക് എതിരെ പരിശുദ്ധ സിംഹാസനത്തിന് അപ്പീൽ കൊടുത്തു. പരിശുദ്ധ സിംഹാസനം അതേക്കുറിച്ച് പഠിച്ച്
അവസാനം പറഞ്ഞ് അദ്ദേഹത്തിന് ശിക്ഷണ നടപടി അദ്ദേഹത്തിൻ്റെ ഇടയിൽ സ്വീകരിക്കാം, പക്ഷേ കൊടുത്ത ശിക്ഷണ നടപടി ശിക്ഷ കൂടുതലായിപ്പോയി, അത് ലഘൂകരിക്കണം എന്ന് പറയുകയും മെത്രാന് അഭിവന്യ പിതാവ് വത്തിക്കാൻ്റെ നിർദ്ദേശപ്രകാരം ശിക്ഷ ലഘൂകരിച്ച് കൊടുക്കുകയും ചെയ്തു. അതിപ്പോൾ അൽമായരുടെ കാര്യത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കാം. ഇനി സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അതായത് ചിലപ്പോൾ ഈ പറയുന്ന സിവിൽ നിയമം, രാജ്യത്തിൻ്റെ നിയമവും കാനൺ നിയമവും തമ്മിൽ ഒരു കൊളീഷൻ, ഒരു സംഘർഷമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് ഉണ്ടാകും ചിലപ്പോൾ. അത് കത്തോലിക്ക രാജ്യങ്ങളിൽ മാത്രമല്ല, അകത്തോലിക്ക രാജ്യങ്ങളിലും അക്രൈസ്തവ രാജ്യങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യും? ചിലത് ഉദാഹരണമായിട്ട് ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, കത്തോലിക്ക സഭയിൽ ഉള്ള വിവാഹപ്രായത്തിനനുസരിച്ചുള്ള ഒരു രാജ്യത്തിൻ്റെ വിവാഹപ്രായം എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മുടെ രാജ്യത്തിൽ ഒരു നിയമം പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. പക്ഷെ അത് കാനന നിയമം അനുസരിച്ച് അങ്ങനെ അല്ല അത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ നിയമത്തിന് നമ്മൾ വിധേയരാകണം എന്നുള്ളതാണ്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ല വാസ്തവത്തിൽ കാനന നിയമം. പക്ഷേ ചിലപ്പം ബുദ്ധിമുട്ട് കുറച്ചുകൂടി ഉണ്ടാകുന്ന കുറച്ചുകൂടി ഒരു സംഘർഷത്തിന് കാരണമാകുന്ന ഒരു കാര്യമുണ്ട്. വേറൊരു ഉദാഹരണമായിട്ട് വിവാഹത്തെ സംബന്ധിച്ചുള്ള കാര്യം തന്നെയാണ്. അതായത് സഭയിൽ ആശീർവദിക്കപ്പെട്ട, ഔദാചികമായിട്ട് ആശീർവദിക്കപ്പെട്ട ഒരു വിവാഹം, സഭയിൽ വിവാഹമോചനമില്ലല്ലോ, അതിന് പകരമായിട്ട് നമുക്ക് അനൾമെൻ്റാണ് എന്ന് പറഞ്ഞാൽ അസാധുവായിട്ടുള്ള പ്രഖ്യാപനമാണ്. വിവാഹം അസാധുവാണ്. അപ്പം സഭ ഒരു വിവാഹം അസാധുവായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അസാധുവായിട്ടുള്ള വിവാഹത്തിന് വിധേയരായിട്ടുള്ള ഈ 2 പേരും, സ്ത്രീയും പുരുഷനും, അവർക്ക് വീണ്ടും സഭയിൽ വിവാഹം കഴിക്കാനായിട്ട് പറ്റും അല്ലേ? അങ്ങനെയാണ് നിയമം. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ നിയമം അനുസരിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് വിവാഹമോചനം സിവിൽ കോടതിയിൽ ലഭിച്ചാൽ മാത്രമേ അവർക്ക് വീണ്ടും വിവാഹം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സഭാ കോടതിയിൽ നിന്ന് മാത്രം പോരാ. അതായത് സഭാ കോടതിയിൽ നിന്ന്, നമ്മുടെ നിയമം അനുസരിച്ച് സഭാ കോടതിയിൽ നിന്ന് വിവാഹം അസാധുവാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടവരുടെ അവർക്ക് വിവാഹം വീണ്ടും കഴിക്കാനായിട്ട് സാധിക്കും സഭയിൽ മുമ്പ്. പക്ഷേ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ട് സിവിൽ കോടതിയിൽ വിവാഹമോചനം ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അതിന് മുമ്പായിട്ട് തന്നെ, സിവിൽ കോടതിയിൽ നിന്ന് വിവാഹമോചനം കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ സഭാ കോടതിയിൽ വിവാഹം അസാധുവാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് സിവിൽ കോടതിയിലെ വിവാഹമോചനവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സഭയിൽ രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ട് അനുവാദമുള്ളൂ. അങ്ങനെ അല്ലാതെ വിവാഹം രണ്ടാമത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ രാജ്യത്തിൻ്റെ നിയമത്തിന് ലംഘനമാണ്. ഈ പറയുന്ന വിവാഹം ആശീർവദിക്കുന്ന വൈദികനെ ഇതിൽ ശിക്ഷ കിട്ടും എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചുള്ള ശിക്ഷ കിട്ടും. അപ്പം ചുരുക്കത്തിൽ ഈ പറയുന്ന രാജ്യത്തിൻ്റെ നിയമവും സഭയുടെ നിയമവും തമ്മിൽ ചില കാര്യങ്ങളിലൊക്കെ ഈ സംഘർഷം ഉണ്ടാകും. ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ സംഘർഷം ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കാര്യങ്ങളിലൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ കാണും. അത് ഒരു വ്യക്തി അവൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് ഇതായിട്ട് വെക്കണം. നമ്മുടെ സമയം ഏതാണ്ട് തീരാറായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ചുരുക്കത്തിൽ ഈ സഭാ നിയമങ്ങളെ സഭാവിശ്വാസികളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ഭാരമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഈ പ്രയാണത്തിൽ നമ്മെ സഹായിക്കുന്നതാണ് സഭാ നിയമങ്ങൾ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ന്, സഭാ നിയമങ്ങളുമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സഭാ നിയമങ്ങൾ നമ്മളെ നല്ല രീതിയിൽ വളർത്തുവാനും നമ്മളെ വിശുദ്ധീകരിക്കാനും ഒക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട അച്ഛൻ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭ സംബന്ധമായ ചോദ്യങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങൾ കത്തുകൾ എഴുതുമ്പോൾ
കോണ്ടാക്റ്റ് ഫോൺ നമ്പർ അതിൽ കൊടുത്തിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കത്തുകൾ എഴുതേണ്ട മേൽവിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.